പലതരം ചേരുവകൾ. എനിക്കുണ്ടല്ലോ അവിയലിലെ കഷ്ണങ്ങൾ അങ്ങനെയാണ് കുഴഞ്ഞു പോണത് ഇഷ്ടമല്ല. നല്ല ഒറ്റപ്പെട്ട് നിക്കണം, നമുക്ക് കടിച്ചു തിന്നാൻ പറ്റണം. ആ രീതിയിൽ എനിക്ക് കിട്ടാണ്ടായപ്പോ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു രീതിയാണത്. ഇത് വലിയ സംഭവം ഒന്നല്ല, ഇൻഗ്രീഡിയന്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചെറിയ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നത് ചുരക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങാക്കോല്, മത്തങ്ങ, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാനും ഒരു 100-150 ഗ്രാം അത്രയും പച്ചക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അച്ചിങ്ങ ആയിരുന്നു. അച്ചിങ്ങ എനിക്ക് അവിയലില് സാമ്പാറിലെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, വാങ്ങിക്കാൻ വിട്ടുപോയി. വെജിറ്റബിൾസ് എല്ലാനും ഞാൻ അരിഞ്ഞെടുത്തിട്ടാട്ടോ കഴിക്കുക. അതാണ് സവാള ആദ്യം അരിയാണ്ടിരുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇതള് വേപ്പില ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പൊ തന്നെ എടുക്കാം. ഞാൻ ഇതേപോലത്തെ 6 പച്ചമുളകാണ് എടുത്തത്. ഇതെനിക്ക് എരിവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. പൊടിക്ക് കുറവാണെങ്കിലേ ഉള്ളൂ. എരിവ് കുറഞ്ഞു എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കീറി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എരിവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിയലിന്റെ ആ ടേസ്റ്റേ കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അവിയലിലെ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര് ആട്ടോ എടുക്കണേ. 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വെജിറ്റബിൾസിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തൈര് ഇങ്ങനെ ആദ്യം തന്നെ ഒഴിക്കുന്നത് ഞാൻ സ്വയം കണ്ടുപിടിച്ച് സക്സസ് ആയ ഒരു റെസിപ്പി ആട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പുളി ഉപ്പൊക്കെ വെജിറ്റബിൾസിലേക്ക്, ഉപ്പും മുളകും ഒക്കെ വെജിറ്റബിൾസിലേക്ക് ആദ്യം തന്നെ അങ്ങ് പിടിച്ചോളും. പിന്നെ വെജിറ്റബിൾസ് വെന്ത് പോകത്തുമില്ല. ആദ്യത്തെ കുറച്ച് സമയം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ വേവിച്ചത്. വെള്ളം ഇച്ചിരി അധികം ഉണ്ടല്ലോ, വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ടൊന്ന് തിളച്ച് വെജിറ്റബിൾസ് വാടി തുടങ്ങുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് സിമ്മിലേക്ക് ഇട്ടാൽ മതി. തീരെ ഫ്ലെയിം കുറച്ചിടാം. വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതൊരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരകിയതാട്ടോ. നമ്മുടെ അളവ് കപ്പിൽ ഒരു 3 കപ്പിന് താഴെയായിട്ടുണ്ടാവും. നേരത്തെ തൈര് അടിച്ചെടുത്ത മിക്സിയുടെ ജാറ് തന്നെ ആട്ടോ അത്. നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് കഴുകാന്ന് വിചാരിച്ചു. ചിരകിയ തേങ്ങ മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 5-6 ചെറിയുള്ളി ഇട്ടുകൊടുക്കാം. 1 ഇതള് വേപ്പില ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. വേപ്പില നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ എടുക്കണ നല്ല ഫ്രഷ് വേപ്പില കേട്ടോ. അതുകൊണ്ടാണ് തണ്ടേപ്പാടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേ. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ ഇടലില്ല. തേങ്ങ ഒതുക്കിയെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പൊ കീറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് നോക്കാം, ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇപ്പൊ ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ കുറച്ച് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിന്റെ മുകളിൽ വാഴയില ഇട്ട് അടിച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാട്ടോ. നല്ലൊരു സ്മെല്ലും മണവും ഒക്കെ കിട്ടും. ഞാൻ ഓർത്തതാണ്, പക്ഷെ എടുക്കാൻ പോകാനുള്ള മടിയും കൊണ്ട് ഇപ്പൊ അത് വേണ്ടാന്ന് വെച്ചു. തേങ്ങയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെജിറ്റബിൾസ് ഉപ്പ് ഇട്ടതല്ലേ, അപ്പൊ ഉപ്പ് കൂടിപ്പോയ പ്രശ്നമുള്ളൂ. വെജിറ്റബിൾസും തേങ്ങ എല്ലാനും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴഞ്ഞും പോയിട്ടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പറയണേ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ റെസിപ്പീസ് ഒക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു.